മധ്യപൂർവേഷ്യൻ സംഘർഷം അയയുന്ന മറ്റൊന്നുമില്ല. അതിനിടയിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വരികയാണ്. ഇറാൻ അമേരിക്കയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇറാന്റെ വ്യോമ നാവിക സേനകളെ തകർത്തു. പുതിയ ഭരണകൂടം ഇറാനിൽ അധികാരത്തിലെത്തുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. The fact that they've attacked all of their neighbors, and the neighbors weren't attacking. They thought they'd maybe sit it out or what. They've hit Qatar, they've hit UAE, they've hit Saudi Arabia, they've hit Oman. They were helping us negotiate. They got hit. Everybody got hit. I said, "What's going on?" And it turned out to be these are Iranian people that live in the United States. So many. Thousands and thousands. You saw the rallies. And in New York, too, they had a big rally by pictures all over the place. The fact is that people are happy what we did. അതേസമയം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭീഷണിക്ക് വഴങ്ങില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്ക ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ മധ്യപൂർവേഷ്യയിലെ എല്ലാ സാമ്പത്തിക കേന്ദ്രങ്ങളും ആക്രമിക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ വിമാന കമ്പനികൾ തീരുമാനിച്ചിരിക്കുന്നു. നാളെ 58 സർവീസുകൾ ഉണ്ടാകും. വിവരങ്ങളുമായി ഇപ്പോൾ സുഹൈൽ മുഹമ്മദ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം സുഹൈൽ മുഹമ്മദിലേക്കാണ്. സുഹൈൽ, ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രസ്താവന എന്താണ് സുഹൈൽ? ഡോക്ടർ ഉന്മേഷ്, ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ്, ഇന്ത്യൻ സമയത്ത് തന്നെയാണ് ട്രംപ് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ പറഞ്ഞത് ഇറാൻ അമേരിക്കക്ക് ഭീഷണി ആയതുകൊണ്ടാണ് ഇറാൻ ആക്രമിച്ചതെന്നാണ്. ഇന്ന് അതേപോലെ തന്നെ ഇറാനെതിരെയുള്ള ആക്രമണത്തെ ന്യായീകരിക്കുന്നു, അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇറാൻ വളരെ വേഗത്തിൽ തന്നെ കീഴടങ്ങേണ്ടി വരുമെന്നൊക്കെ ട്രംപ് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ട്രംപ് ഇന്ന് ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ ആണവ നിരായുധീകരണ ചർച്ച അമേരിക്കയും ഇറാൻ തമ്മിൽ നടക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയെ ആക്രമിക്കാൻ ഇറാൻ പദ്ധതി ഇട്ടിരുന്നുവെന്ന ഒരു ആരോപണം കൂടി ട്രംപ് ഉയർത്തുന്നുണ്ട്. ആ ആരോപണം സ്വാഭാവികം. ഇന്ന് മാർക്ക് റൂബോ പറഞ്ഞത് ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ അമേരിക്ക ആക്രമിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് ആക്രമിച്ചതെന്ന ആ ന്യായീകരണത്തോട് കുറച്ചുകൂടി ചേർന്ന് വെക്കുന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതായത് ആണവ നിരായുധീകരണ ചർച്ചകൾക്കിടയിൽ തന്നെ ഇറാൻ തങ്ങളെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നുവെന്ന് അമേരിക്ക ആരോപണം ഉന്നയിക്കുന്നു. രണ്ടാമത് ട്രംപിന്റെ പ്രസംഗത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയാം. ഒന്ന്, ട്രംപ് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ വിമർശനം അമേരിക്കയിൽ നിന്ന് നേരിടുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നടക്കം ട്രംപിനെതിരെ വിമർശനം ഉണ്ടെന്ന വാർത്തകൾ നേരത്തെ വന്നതാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് ട്രംപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇറാൻ ഇത്രത്തോളം ശക്തിപ്പെടുത്തിയത് മുൻ ഭരണാധികാരി, അതായത് ഈ പറയുന്ന കോൺഗ്രസിലെ നിലവിലെ ട്രംപിന്റെ പ്രതിപക്ഷമായ ബരാക് ഒബാമയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. അതായത് ട്രംപ് ഒരു പൊളിറ്റിക്കൽ വിമർശനം ബരാക് ഒബാമയ്ക്കെതിരെ ഇറാനെ ശക്തിപ്പെടുത്താൻ കാരണം ബരാക് ഒബാമയാണെന്ന പൊളിറ്റിക്കൽ വിമർശനം നടത്തുന്നതിനർത്ഥം ട്രംപിനെതിരെ ഇപ്പോൾ കോൺഗ്രസിൽ നടക്കം ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് ഒരു കൗണ്ടർ വിമർശനം കൂടി ബരാക് ഒബാമയുടെ പേരിൽ ട്രംപ് നൽകുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇതൊക്കെ അമേരിക്കയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ട്രംപിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ട്രംപ് ഈ യുദ്ധത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് പതിയെ ഇറാന്റെ സൈനിക ശേഷി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ബാലിസ്റ്റിക് മിസൈൽ അടക്കം തകർത്തു എന്ന് ട്രംപ് പറയുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങും. അങ്ങനെ ഈ മിലിറ്ററി സന്നാഹത്തെ ഇവരെ നിരായുധീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഭരണകൂടത്തെ സ്ഥാപിക്കാൻ പറ്റൂ, പുതിയ ഭരണകൂടം. അതിനായുള്ള കാത്തിരിപ്പിലാണ്. അതിനധികം സമയം വേണ്ടിവരില്ല എന്ന് കൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ട്രംപ് ഒരടി പോലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല, ആത്യന്തിക ലക്ഷ്യമായ റെജിം ചേഞ്ച് ഉണ്ടാകുന്നത് വരെ മുന്നോട്ട് പോകുമെന്ന് ഇന്നലെ പറഞ്ഞത് അതേപടി ആവർത്തിക്കുന്നു. പക്ഷേ അതിലൊരു കാര്യം, ഇന്നൊരു പൊളിറ്റിക്കൽ വിമർശനം അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വിമർശനം ബരാക് ഒബാമ അടക്കമുള്ള നേതൃത്വത്തിന്, നേരത്തെ അമേരിക്കയുടെ നേതൃത്വത്തിനെതിരെ കൂടി ട്രംപ് ഉയർത്തുന്നുണ്ട്. രണ്ടാമത് നാറ്റോ അലയൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സുദീർഘമായ സൈനിക ഉടമ്പടിയും ഐക്യവും വേണ്ട നാറ്റോ അലയൻസിലെ ബ്രിട്ടനും സ്പെയിനെതിരെയുമായ ഒരു വിമർശനം കൂടി ട്രംപ് ഉയർത്തുന്നുണ്ട്. നമുക്കറിയുന്ന പോലെ തന്നെ ബ്രിട്ടനും സ്പെയിനും അമേരിക്കയുടെ യുദ്ധത്തിൽ പങ്കാളികളാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാനിലേക്ക് ഒരു കരയാക്രമണം നടത്തണമെങ്കിൽ പ്രധാനമായി അമേരിക്ക റിസോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ സ്പെയിനിലെയും അതേപോലെ തന്നെ സൈപ്രസിലുള്ള UK-യുടെയും സൈനിക താവളങ്ങളാണ്. ഇത് രണ്ടും അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാം, പക്ഷേ യുദ്ധത്തിലേക്ക് ഞങ്ങൾ വരില്ല എന്ന് ബ്രിട്ടൻ പറഞ്ഞു. അതേപോലെ സ്പെയിന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലുള്ള സ്പെയിനിലുള്ള സൈനിക താവളങ്ങൾ അമേരിക്കയുടെ വിമാനങ്ങളടക്കം തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നാറ്റോ അലയൻസുള്ള രാജ്യങ്ങളാണ് സ്പെയിനും UK-യും. ആ UK-യും സ്പെയിനും ട്രംപിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല, യുദ്ധത്തിൽ പങ്കാളികളാകില്ല. അതേപോലെ തന്നെ സ്പെയിൻ കുറച്ചുകൂടി ശക്തമായ
പ്രതിഷേധമെടുത്തത് സ്പെയിനിലുള്ള ഈ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിൽ നിന്നും സൈനിക താവളങ്ങളിൽ നിന്നും വിമാനങ്ങളടക്കം തിരികെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു. ഇതിനെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. ട്രംപ് പറഞ്ഞു ഇവരുടെയൊക്കെ പിന്തുണ കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അങ്ങനെ പിന്തുണ നൽകുന്നില്ല. അത് തന്നെ അലട്ടുന്നുണ്ടെന്ന കാര്യം ട്രംപ് പറയുന്നു. അതായത് നാറ്റോ അലയൻസിലെ രാജ്യങ്ങൾക്കെതിരായ UK-ക്കും സ്പെയിനുമെതിരെ ട്രംപ് ഇന്നത്തെ പ്രസംഗത്തിൽ വിമർശനം ഉയർത്തുന്നുണ്ട്. ആകെ തുകയിൽ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല, ആത്യന്തികമായ ലക്ഷ്യം നേടാനാകുമെന്ന പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നതോടൊപ്പം ചില പൊളിറ്റിക്കൽ വിമർശനം ഉയർത്തുന്നു. അതേപോലെ തന്നെ സ്വന്തം സഖ്യകക്ഷിയുള്ള ചില രാജ്യങ്ങൾ തനിക്ക് താൻ പ്രതീക്ഷ അത്ര പിന്തുണ നൽകുന്നില്ല എന്ന ആക്ഷേപം ട്രംപ് ഉയർത്തുന്നുണ്ട്. ഉന്മേഷ്, ഈ വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യമുണ്ടായി ട്രംപിനോട് ചോദിച്ചത് ഈ സമ്മർദ്ദമുണ്ടായതിനെ കുറിച്ചാണ്. ഈ ഇസ്രായേലിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് എന്നുള്ള ചോദ്യം ഇതേ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ട്രംപ് പറഞ്ഞ മറുപടി താനാണ് ഇത്തരത്തിലൊരു സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ചെലുത്തിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. നേരത്തെ രാവിലെയൊക്കെ പുറത്തു വന്ന ചില പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ എന്തിനായിരുന്നു ഈ ആക്രമണം എന്നത് സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ ഉയരുന്നു. അത് ഇസ്രായേൽ താല്പര്യത്തിനെ മുൻനിർത്തിയായിരുന്നോ ഇറാന് മേലുള്ള ആക്രമണം എന്നാണ് ഉയർന്ന ചോദ്യം. അത്തരത്തിലൊരു ചോദ്യം ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് അതിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.